നയാ പൈസയില്ല, കയ്യില് നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും കയ്യില് നയാ പൈസയില്ല. കിട്ടണ പൈസ മൊത്തവും കള്ളു പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ കയ്യിൽ ഒരു പൈസയും കാണില്ല. അണ്ണാ, ഞാൻ എന്റെ കാര്യമല്ല ഈ പറഞ്ഞത്, സർക്കാർ ഖജനാവിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഓ, സർക്കാർ ഖജനാവിന്റെ കാര്യം. ആഘോഷങ്ങൾ നടത്താനും സദസ് നടത്താനും ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. പോരാത്തതിന് പൗരപ്രമുഖന്മാരെ വിളിച്ച് വിരുന്ന് കൊടുക്കാനും സർക്കാരിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. എന്നിട്ടാണ് സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല. ഈ പൈസ ഇല്ലാതെ ചാനലുകാരും പത്രക്കാരും നാഴികക്ക് 40 വട്ടം പറയണതാ. പത്രക്കാരും ചാനലുകാരല്ലേ പറയണം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞില്ലല്ലോ. പണം ഉണ്ടെങ്കിൽ പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ എന്തെണ്ണ? ആഘോഷങ്ങളും വിരുന്നും സദസ്സും ഒക്കെ നടത്തി ക്ഷീണം തീർന്നു വരുന്നതല്ലേ ഉള്ളൂ. ഉടൻ കൊടുത്തു എന്നൊക്കെ കുറെ നാളുകൊണ്ട് പറയണം. അണ്ണാ, ഈ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നെങ്കിലേ കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്യാതിരുന്നില്ല. അത് മാത്രമല്ല, ഇവരുടെ ആഡംബരവും ആഘോഷവും വിരുന്നൊക്കെ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഖജനാവിൽ കുറച്ചെങ്കിലും പൈസ മിച്ചങ്ങാണ്ടാണ്. ഈ ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് കുറച്ച് മരുന്ന് വാങ്ങാന്ന് വിചാരിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയാം നമ്മുടെ നാട്ടിൽ. അവരോട് ഖജനാവില് പണമില്ല, പിന്നെ തരാന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യം. കേന്ദ്ര സർക്കാർ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ പണമില്ലെന്നാണ് പറയണത്. ഉള്ളത് തന്നെയാണ്. ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. അവര് പറയണം കൊടുക്കണം, ഇവര് പറയണം കിട്ടില്ലെന്ന്. ആര് പറയണം വിശ്വസിക്കും? അണ്ണാ, പണമില്ലാത്തതിന്റെ പ്രധാന കാരണം ദൂർത്തിയല്ല, പറയാതിരിക്കാൻ വയ്യ. നീ പറഞ്ഞത് ശരിയല്ലേ. കഴിഞ്ഞ ആഴ്ച 2 മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കും കൂടിയുണ്ട് 19 സ്റ്റാഫുകൾ. ഇനിയുള്ള കാലം സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കണം ഇവർക്കെല്ലാം പെൻഷൻ. എങ്ങനെ അണ്ണാ, മറ്റേ 2 മന്ത്രിമാർ മാറിപ്പോയിട്ട് വേറെ 2 മന്ത്രിമാർ ഇപ്പൊ വന്നല്ലോ. ഇപ്പൊ എവരെ കീഴിലും കാണൂല്ലേ 19 സ്റ്റാഫുകൾ. അതാണ് വലിയ രസം. ഈ മന്ത്രിമാർ 2.5 വർഷം കഴിഞ്ഞ് രാജിവെച്ച് പോകുമ്പോ അവർക്കും കൊടുക്കണം ആജീവാനന്ദ പെൻഷൻ. എന്റെ പൊന്നോ, അണ്ണാ, ചുമ്മാതല്ല നമ്മളെ സർക്കാർ 1600 രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കൈകാലിട്ട് അടിക്കണത്. അതുപോലെ വേറൊരു തേപ്പാണ് ചെമന്ന ബോർഡ് വെച്ച് ഓടണ കേരള സ്റ്റേറ്റ് വണ്ടികൾ. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഓടണല്ലോ അണ്ണാ. നമ്മുടെ KSRTC ബസ്സുകളെക്കാൾ കൂടുതലുണ്ട്. അതിൽ കുറെ വണ്ടികൾ തേപ്പ് വണ്ടികളാണ്. എന്തിനു വേണ്ടി ഓടണമെന്ന, ആർക്ക് വേണ്ടി ഓടണമെന്ന, ആരാണ് ഓട്ടിക്കണമെന്ന ഒരു വെളിയില്ല. അണ്ണാ, ഇതിലൊക്കെ അടിക്കുന്ന ഡീസലിന്റെ പണം മാത്രം മതിയില്ലെന്ന പാവപ്പെടുന്ന പെൻഷൻ കൊടുക്കാൻ. അത് നീ പറഞ്ഞത് ശരിയല്ല. ഇതുപോലെ ഇഷ്ടംപോലെ തേപ്പുകൾ നമ്മുടെ സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഇന്നും പറഞ്ഞാലും തീരില്ല. തൽക്കാലം നമുക്ക് ഈ ചുമരങ്ങ് തേക്കാം. സർക്കാർ തേപ്പാണേ, മൊത്തം സർക്കാർ തേപ്പാണേ, ജനങ്ങളെ മൊത്തം തേച്ച് കിടപ്പന സർക്കാർ തേപ്പാണേ, മൊത്തം സർക്കാർ തേപ്പാണേ.